വിളിച്ചു പോവേ. വിളിച്ചോ, എല്ലാവരും വന്ന് കാണട്ടെ. നീ എന്റെ ആഗ്രഹവും അത് തന്നെയാണ്. ഈ എതിർപ്പൊന്നുമില്ലാതെ ഒരു രാത്രി മുഴുവൻ നിന്റെ തൊട്ടടുത്ത് നിന്നോട് ചേർന്ന് ഞാൻ കിടന്നു. അപ്പോ ഒരു രസം ഉണ്ടായി. അതെന്താ? എന്താന്ന് പറ. അന്ന് എന്താ ഉണ്ടായേ? എന്നെന്തേലും പറ. എന്താ? എന്താ എന്താ ഉർവശി? ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് വല്ല ധാരണയുണ്ടോ ഏടത്തിക്ക്? നീ കാര്യം എന്താന്ന് വെച്ചാ പറ. പറയാൻ തന്നെ എനിക്ക് നാണക്കേട് തോന്നുക. നമ്മുടെ കുടുംബം ഇത്രയ്ക്ക് അതപ്പതിച്ചു പോയല്ലോ. പറയുന്നതുകൊണ്ട് ഏട്ടത്തിക്ക് വിഷമമൊന്നും തോന്നരുത്. രാധികയും വരണം ഈ വീടിന് പുറത്തുണ്ട്. അവരെന്തെടുക്ക ഈ നേരത്ത്? ഞാൻ പറഞ്ഞാ ഏട്ടത്തി വിശ്വസിക്കില്ല. ഏട്ടത്തി നേരിട്ട് വന്ന് കാണുക തന്നെ വേണം. കാര്യം എന്താണെന്ന് പറയൂ ഉർവശി. അരുതാത്തതാ അവിടെ നടക്കുന്നത്. രാധികയും വരുണും തമ്മില് തെറ്റായ ചില ബന്ധങ്ങളുണ്ട്. ഉർവശി, കുട്ടികളെ കുറിച്ച് ആവശ്യമില്ലാത്തൊന്നും പറയരുത്. കുട്ടികൾ തമ്മിൽ അത്തരത്തിൽ ഒരു ബന്ധവുമില്ല. ആ വിശ്വാസം നല്ലതാ. അവരെ നേരിട്ട് കാണുമ്പോ ഏട്ടത്തിക്ക് വിശ്വാസം വരും. ഞാനവരെ കാണുമ്പോഴേ വരുൺ രാധികയെ ചുറ്റിപ്പിടിച്ച് ചേർത്ത് നിർത്തിയിരിക്കുക. അസൂയക്കും കുശുമ്പിനും നിന്നെ കഴിഞ്ഞ വേറെ ആളുള്ളൂ. പക്ഷെ പറയുന്നത് എന്റെ മോനെ കുറിച്ചാ. അതും നിനക്ക് ഓർമ്മ വേണം. ഈ പാതരാത്രിയെ ഏട്ടത്തെ വിളിച്ചുണർത്താൻ എനിക്കെന്താ പ്രാന്തുണ്ടോ? ഞാനീ കണ്ണി കണ്ടതാ. എനിക്ക് ഈ സംശയം കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നെന്ന് കൂട്ടിക്കോ. ഏട്ടത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ രാധികയെ ഇവിടെ നിർത്താൻ വേണ്ടി വരുൺ നിർബന്ധിക്കുന്നത്? അല്ലെങ്കിലും അവളെന്തിനാ അനിയത്തെ കല്യാണം കഴിച്ചുകൊണ്ടെന്ന് ഈ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത്? മുതിർന്നൊരു പെണ്ണല്ലേ? ഞാൻ വിശ്വസിക്കില്ല. എങ്കി ഏട്ടത്തി വാ, മനസ്സൊന്ന് കല്ലാക്കി വെച്ചോ. അല്ലെങ്കി മോനെ അവളെയും കാണുമ്പോ തളർന്നു പോവും. ശരി ശരി, നീ വാ. നീ പറയുന്ന പോലെ രണ്ടുപേരും അവിടെ ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. അവരെ കണ്ടില്ലെങ്കിലല്ലേ? ഏട്ടത്തി എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഏട്ടത്തിങ്ങി വന്നേ. ഇന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. കല്യാണം കഴിച്ച പെണ്ണ് മുറി കിടന്ന് ഉറങ്ങുമ്പോ അവളെ ചേച്ചിയും കൊണ്ട് ഈ വീടിനകത്ത് കിടന്ന് വൃത്തിയിട്ട് കാണിക്കാന്ന് വെച്ചാല് ചേച്ചി ഒന്ന് വന്നേ, വാ. ആ പെൺകുട്ടി ഇപ്പൊ വിളിച്ചുണർത്തി എന്തേലും ചോദിച്ചാലേ അത് ഈ കുടുംബത്തിന് തന്നെ നാണക്കേടാ. കുടുംബത്തിന്റെ നാണക്കേടൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങോട്ട് നടക്ക. എന്താ പത്മിനി, പ്രിയങ്കമോള് തന്നെ ആയിരുന്നോ? ആഹാ, ഉർവശിയായിരുന്നു. ഇവൾക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? അതാ ഞാനും ആലോചിക്കുന്നേ. എന്തിനാ വിളിച്ചത് അവള്? എന്താ ചോദിച്ചത്? അത് പണ്ടെങ്ങും നടന്നൊരു കല്യാണത്തിന്റെ കാര്യം അവൾ ആലോചിച്ച് നടന്നിട്ട് ഉത്തരം കിട്ടിയില്ല അത്രേ. കല്യാണോ? എവിടത്തെ കല്യാണം? നമ്മുടെ മേനോത്തെ വാസുവേട്ടന്റെ അവിടെ കല്യാണത്തിന് പോയില്ലായിരുന്നോ? അവിടെ ഇട്ടിരുന്ന ആഭരണങ്ങളെ കുറിച്ചും സാരിയെ കുറിച്ചും ഒക്കെ ചോദിക്കുന്നു. എന്താ ചെയ്യാ? വല്ലാത്തൊരസുഖം തന്നെ. ഈ അസൂയക്കും കുശുമ്പിനും രാത്രിയും പകലൊന്നും ഇല്ലല്ലേ? ഉർവശിയുടെ കാര്യമല്ലേ. കിടക്കാം നമുക്ക്. ഉർവശി വെറുതെ പറഞ്ഞതായിരിക്കും, അല്ലാതെ വരുണൻ രാധികയും തമ്മിൽ അങ്ങനെ തെറ്റായിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും അവൾ എന്താ അങ്ങനെ പറഞ്ഞത്? താനെന്താ ആലോചിക്കുന്നേ? തനിക്കും തുടങ്ങിയോ ആഭരണങ്ങളെ കുറിച്ച് ചിന്തിക്കല്? ഇല്ല, ഞാനൊന്നും ചിന്തിച്ചൊന്നുമില്ല.
സന്തോഷം പണം കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ. എനിക്ക് സന്തോഷം കിട്ടുന്നത് എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോഴാ. എന്റെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ദേവി തന്നെ വിട്ടേക്ക്. മോളെ, ദിവസം കഴിയുന്തോറും മോളുടെ അമ്മയുടെ അവസ്ഥ ദയനീയമായിക്കൊണ്ടിരിക്കുക. പല നേരത്തും ഭക്ഷണം കഴിക്കാറില്ല, ഉറങ്ങാറില്ല. ഇതൊക്കെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാ? അല്ല, മോൾ അടുത്തില്ലാത്തതിന്റെ സങ്കടമാ. ഇത്രയും കാലം ഞാൻ അടുത്തില്ലാതെ ജീവിച്ചില്ലേ? അന്ന് പട്ടിണി കിടന്നോ? അന്ന് ഉറങ്ങാതിരുന്നോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ കൺമുന്നിൽ നിൽക്കില്ലായിരുന്നല്ലോ. സോണിയ, വേണ്ട. ഞാൻ അനുഭവിച്ച ത്യാഗങ്ങളൊന്നും മോളോട് പറഞ്ഞ അവളത് വിശ്വസിക്കണമെന്നില്ല. പക്ഷേ മോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കും. ഇപ്പൊ തൊട്ട് എന്നെ നിഷേധിച്ച് മോള് പോവുകയാണെങ്കിൽ പിന്നെ ഈ അമ്മ ജീവിച്ചിരിക്കില്ല. എന്നെ അമ്മയെന്ന് വിളിക്കാനെങ്കിലും തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്കിനി ഒരിക്കലും അങ്ങനെ തോന്നില്ല. എങ്കിൽ പിന്നെ മകളെ നിഷേധിച്ചൊരമ്മ ജീവിച്ചിരിക്കുന്നതിൽ കാര്യമില്ല. നീട്ടിവെക്കുന്നില്ല. ഞാൻ ഇപ്പൊ തന്നെ എന്റെ ജീവൻ ഒടുക്കാൻ പോവാ.